ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 10ലേറെ വർഷങ്ങളായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന ആ വാർത്ത ഇങ്ങെത്തിരിക്കുകയാണ്. ലാലേട്ടനും മമ്മൂക്കയും സിനിമകൾക്ക് വേണ്ടി ഒരുമിക്കുകയാണ്. അതും ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയല്ല, 2 സിനിമകൾക്ക് വേണ്ടി എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന അമ്മ ഷോയ്ക്കിടയിൽ നിന്നുള്ള ലാലേട്ടനും ആന്റണി പെരുമ്പാവൂറും ഒപ്പം തന്നെ മമ്മൂക്കയും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ആശീർവാദ് സിനിമാസിന്റെ ഉടമ കൂടിയായ ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ആശീർവാദ് സിനിമാസ് മമ്മൂട്ടി കമ്പനി ഒരുമിക്കുന്നൊരു സൂചന നൽകിയതോടെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഒഫീഷ്യലായിട്ട് തന്നെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 മമ്മൂട്ടി ലാലേട്ടൻ സിനിമകളിൽ ഒരു സിനിമ മമ്മൂട്ടി നായകനെത്തുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയായിരിക്കും. ആ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു കാമിയോ റോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോളിലെത്തും. മറ്റൊന്ന് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയായിരിക്കും. ചിത്രത്തിൽ മമ്മൂട്ടി കാമിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തും. ഈ സിനിമയുടെ സംവിധായകൻ ആര് എന്നത് വ്യക്തമല്ല. ഒരു പക്ഷേ ജിത്തു ജോസഫ് ആകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്തായാലും 2025ഓടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെ 2020 എന്ന സിനിമയിലെ മുഴുനീള റോളുകൾക്ക് ശേഷവും അതോടൊപ്പം തന്നെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിലെ മിനിറ്റുകൾ മാത്രമുള്ള റോളുകൾക്ക് ശേഷവും ലാലേട്ടൻ മമ്മൂട്ടി കോംബോ ഒരു മലയാളം സിനിമയ്ക്കായിട്ട് ഒരുമിക്കുന്നു എന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന വാർത്തയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബോക്സ് ഓഫീസിൽ വേറെ ലെവൽ കളക്ഷൻ നേടിയെടുക്കും, റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ഗ്യാരണ്ടി എന്നത് ഞാനായിട്ട് പറയേണ്ടതില്ലല്ലോ. ഇനി നാം ഉറ്റുനോക്കുന്നത് സംവിധായകരുടെ ഭാഗത്ത് നിന്നുള്ള പ്രഖ്യാപനത്തിനായിട്ടാണോ, ഒപ്പം തന്നെ ഷൂട്ടിംഗ് എപ്പോൾ, അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റു കുറച്ച് വിവരങ്ങളെല്ലാം തന്നെ അറിയാനായിട്ടാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ മമ്മൂക്ക സിനിമ വരുന്നു, കാത്തിരിക്കൂ. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.